ടു ഓൾ. അപ്പം ഇന്ന് ഈദ് ഡേ വ്ളോഗാണ്. ഇനി ഫുള്ളായിട്ടൊന്നും വ്ളോഗ് എടുത്തിട്ടില്ല, കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് എടുത്ത് വ്ളോഗാക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മക്കൾസിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ പോവാണ്. ആൻഡ് കുളി കഴിഞ്ഞ് മേക്കപ്പൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒരു ക്യൂട്ട് മേക്കപ്പാണ്. ജസ്റ്റ് ഒന്ന് സൺസ്ക്രീം ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഒന്ന് ബ്ലഷാക്കി ഒന്ന് ഐലൈനറൊക്കെ എഴുതി ചെറിയൊരു മേക്കപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒട്ടിയടിക്കാമല്ലോ എന്ന് വിചാരിച്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇത്രയുള്ള എൻ്റെ മേക്കപ്പ് ലുക്ക്. ഒരു ക്യൂട്ട് മേക്കപ്പാണ്. ഫേസിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് സൺസ്ക്രീമും ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാനുള്ള ചെറിയൊരു പ്ലാനിൽ ജസ്റ്റ് ക്വിക്കായിട്ട് മേക്കപ്പ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഇതാണ് എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ പ്രാവശ്യം ചുരിദാറാണ് എടുത്തത്. സാധാരണ നോർമൽ ടോപ്പൊക്കെ എടുക്കുന്ന ഈ പ്രാവശ്യം ഒന്ന് പാർട്ടി വെയർ എടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ആൻഡ് മെയിൻ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഫോട്ടോയും റീൽസൊക്കെ അനിയത്തിയാണ് എടുത്തു തരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാണ്. ഇതൊന്നായിട്ട് അഭിനയിക്കാൻ നോക്കുന്നു, പക്ഷെ എന്നെക്കൊണ്ട് ഒരു ഇത് വരുന്നില്ല. എൻ്റെ ഫേസിൽ ആ ഒരു അഭിനയം വരുന്നില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അഭിനയിക്കാൻ നോക്കും. എൻ്റെ മക്കൾസാണെങ്കിൽ അവിടെ നിന്നിട്ട് അമ്മ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് അത് വേണം, ഒരാളെടുക്കണം. അങ്ങനെയാണ് കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഫാമിലി ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഔട്ട്ഫിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഇനി സെക്കൻഡ് ഔട്ട്ഫിറ്റ് നമ്മൾ വീട്ടിലിടാനെടുത്ത ഒരു കോട്ടൺ ചുരിദാർ സെറ്റാണ്. അങ്ങനെ മക്കൾസിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കുകയാണ്. വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതിന് ചെറിയൊരു ക്ലിപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഫാമിലി ഫോട്ടോ. ഇതിൽ ഹസ്ബൻഡിൻ്റെ കുറവുണ്ട്, എന്നാലും ഞങ്ങളൊരു മിനി ഫാമിലി ഫോട്ടോസ് എടുക്കുകയാണ്. സെക്ഷൻ മിനി ഫാമിലി ഫോട്ടോ. ദെൻ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് നടന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ എവിടെയെങ്കിലും പോവാന്നുള്ള മൈൻഡായി. അതല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ എത്തി ഞങ്ങളെല്ലാവരും കൂടി എവിടേക്കെങ്കിലും പോയാലോ, പെരുന്നാളൊക്കെ അല്ലേ, ആ ഒരു മൈൻഡാവും. അങ്ങനെ ഞങ്ങൾ ഒരു ഫിലിമിന് പോയാലോ എന്നുള്ള തീരുമാനത്തിലെത്തി. സമയം നോക്കിയപ്പോൾ 2:30 ആവാനായിരുന്നു. 2:45 ഒരു ഷോ ഉണ്ടെന്ന് കണ്ടിട്ട് ജസ്റ്റ് പോയി നോക്കാം, എന്തെങ്കിലും ടിക്കറ്റ് എടുക്കാൻ കാണാമെന്ന്. പക്ഷെ ഞങ്ങളുടെ മാറ്റലും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 2:45 നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ബി, അഥവാ ഷോ തുടങ്ങിയാൽ നമുക്ക് കറങ്ങി പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് പിന്നെ കുറച്ച് എടുത്താണല്ലോ, അപ്പോൾ അവിടെ പോയി ജസ്റ്റ് എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ പോയി ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ പോയപ്പോഴാണ് എന്ത് പറ്റി, നല്ല പഴയ ഷോപ്പൊന്നും കാണാതെ. കുറേ ആയിക്കണ് ഈ വഴിക്കൊക്കെ വന്നിട്ട്. നമ്മൾ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നൈറ്റൊക്കെ ആണെങ്കിലും ചായ കുടിക്കാനൊക്കെ വന്നിരുന്ന നല്ലൊരു സ്പോട്ടായിരുന്നു. ഇവിടെ കുറേ ഷോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ എപ്പോഴും കഴിച്ചിരുന്ന ഒരു മോമോസിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മിസ്സായി. അത് ഇനി ഷോപ്പ് വേറെ എവിടേക്കും മാറ്റിയതാണോ അതോ ഞങ്ങൾ കണ്ണിന് മിസ്സായതാണോ, അല്ല കുറേ നോക്കിയിട്ട് അങ്ങനെ സ്പോട്ട് കണ്ടില്ല. ഞാൻ അറ്റ് ലാസ്റ്റ് ഇവിടെ ചിൽഡ്രൻസിൻ്റെ ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു, അവിടെ വണ്ടി സൈഡാക്കി. എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, പിന്നെ നല്ല വെയിലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് തണൽ കണ്ടിരുന്നു ഇവിടെ ഇരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറച്ചൊരു പേരപ്പോൾ ഒന്ന് ചെറുതായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് അവരിങ്ങനെ സ്ലൈഡൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്
അത് കഴിഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഒന്ന് തണുത്തതിന് ശേഷം കുറച്ച് നേരം കൂടി ഇരുന്ന് പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, അപ്പോൾ പ്ലാൻ എ ഒന്ന് പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഏത് ഫിലിം എന്തിനൊന്നും അറിയാതെ അടുത്തുള്ള തിയേറ്റർ വെച്ച് പിടിച്ച്. അപ്പോൾ അവിടെ ഒരു പുതിയ ഫിലിമും ചാക്കോച്ചനൊരു പുതിയ ഫിലിം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ടിക്കറ്റ് എടുത്ത് കയറി. ഫിലിമിൻ്റെ പേര് എന്തോ എനിക്ക് ഓർമ്മയില്ല. ഫിലിം ഒരു സൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. മക്കൾസിന് അതുകൊണ്ട് നല്ല എൻജോയ് ആയിക്കണേ. ഞങ്ങൾ ഓക്കെ കുറച്ച് കോമഡി, കുറച്ച് ഓക്കെ ഫിലിമായിരുന്നു. അങ്ങനെ ഫിലിമൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈദ് ഡേ ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.